ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പുഡിംഗ് റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പാല് വേണം, പിന്നെ കസ്റ്റേർഡ് പൗഡർ ഇല്ലേ അത് വേണം, പിന്നെ മെയിനായിട്ട് വേണ്ടത് പിന്നെ ബ്രെഡ് അത് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കണേ. പാല് തിളപ്പിക്കണം കേട്ടോ. പാല് തിളപ്പിച്ചെടുക്കാം. പാൽ തിളപ്പിക്കുമ്പോൾ 1/4 കപ്പ് പാലില്ലേ അത് വേറെ തന്നെ എടുത്ത് വെക്കണം. അത് തിളപ്പിക്കണ്ട കേട്ടോ. അതിൽ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യാനാണ്. അതിൽ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പാല് സ്റ്റൗവിൽ തിളപ്പിക്കാൻ വെക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇല്ലേ അതിട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാല് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. പിന്നെ തീയെ സിമ്മിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഈ രൂപത്തിലാട്ടോ വേണ്ടത്. ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ കസ്റ്റേർഡിൻ്റെ മിക്സ് തണുത്തതിന് ശേഷമാണ് പുഡിംഗ് റെഡിയാക്കാനുള്ളത്. പിന്നെ ബ്രെഡില്ലേ, ബ്രെഡിൻ്റെ ബോർഡർ സൈഡൊക്കെ ഇല്ലേ അതൊക്കെ റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ പീസ് ആക്കിയെടുക്കാം. ഇതിലാട്ടോ പുഡിംഗ് സെറ്റ് ചെയ്യണത്. ഇതിപ്പോൾ തണുത്തിട്ടോ. ഇനി തണുത്തതിന് ശേഷമാണ് റെഡിയാക്കാനുള്ളത്. ഇതിലേക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് ഇല്ലേ ആദ്യം ഇതിലേക്ക് ബ്രെഡിൻ്റെ പീസസ് ഇല്ലേ അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലാണ് കസ്റ്റേർഡിൻ്റെ മിക്സ് ഇല്ലേ അത് ഒഴിച്ച് കൊടുക്കാം. അത് ഫസ്റ്റ് ലെയർ കേട്ടോ. പിന്നെ രണ്ടാം ലെയറും ഇതുപോലെ ചെയ്യാം. ബ്രെഡിൻ്റെ പീസസ് ഇല്ലേ ഈ കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും ബ്രെഡിൻ്റെ മിക്സ് ഈ പീസസുകൾ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും എന്ത് ചെയ്യാം, കസ്റ്റേർഡിൻ്റെ മിക്സ് ഇല്ലേ അത് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഫസ്റ്റ് ലെയർ റെഡിയാക്കാം, അതുപോലെ സെക്കൻഡ് ലെയർ റെഡിയാക്കാം. ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്താലും മതി. അങ്ങനെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഇതുപോലെ സെക്കൻഡ് ലെയറും ഇതുപോലെ ചെയ്യാം. ബ്രെഡിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. രണ്ടാം ലെയറിലും കസ്റ്റേർഡിൻ്റെ മിക്സ് ഈ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം ലെയറും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ലെയർ കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെയർ ഇതുപോലെ ചെയ്യാം. ബ്രെഡിൻ്റെ പീസസ് വെക്കുക, പിന്നെ കസ്റ്റേർഡ് മിക്സ് ഒഴിക്കുക. അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ കഴിക്കുകയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഇല്ലേ അത് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. 2 അവർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടോ. അങ്ങനെയും കഴിക്കാം. വിപ്പിംഗ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ, വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് കഴിക്കാണ് അതിലേറെ ടേസ്റ്റ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇല്ലേ അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മധുരം വേണോ, മധുരം വേണ്ടാത്തവരാണെങ്കിൽ മധുരം ഇതിൽ വിപ്പിംഗ് ക്രീമിലുള്ള മധുരം മതിയായിരിക്കും.
അതിലേറെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും മധുരം. പിന്നെ ഇതിലേക്ക് വാനില എസൻസില്ലേ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. 2 ഡ്രോപ്പ് മതി കേട്ടോ. എന്നിട്ട് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അത് റെഡി ആയതിന് ശേഷം സെറ്റ് ചെയ്തില്ലേ കസ്റ്റേർഡ് മിക്സൊക്കെ, അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നട്ട്സുകളാണെങ്കിലും ബദാമോ പിസ്തയോ അങ്ങനെയാണെങ്കിലും അതും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചോക്ലേറ്റാണ് ഡെക്കറേറ്റ് ചെയ്യണത്. ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബ്രെഡ് ആൻഡ് കസ്റ്റേർഡ് പുഡിംഗ് റെഡി ആയിട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ സിമ്പിളാണ് റെഡിയാക്കാനും. പുഡിങ് കഴിച്ചതിന് ശേഷമുള്ള അഭിപ്രായം അറിയിക്കണേ കമൻ്റായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.